നമ്മളിന്ന് ഉത്തരാഖണ്ഡിൽ നിന്ന് റോഡ് മാർഗം കാശ്മീരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 500-ലധികം കിലോമീറ്റർ പോകാനുണ്ട്. നമ്മളൊരു ഉച്ചയ്ക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. ഡിസംബർ ആയതുകൊണ്ട് തന്നെ മരത്തിലൊന്നും ഇലകളില്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയ ഒരു സ്ഥലത്ത് ഇവിടെ എന്തൊക്കെ പക്കോടി പോലത്തെയുള്ള സംഭവങ്ങളാണ് കാണുന്നത്. പിന്നെ ഹൽവ പൊറോട്ട അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. സമൂസൊക്കെ ഉണ്ട്. ഒരു ഉച്ചയായ സമയത്താണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഉച്ചയ്ക്കും ഫുഡ് സംഭവമൊക്കെ വെക്കുന്ന കാണാം. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ നമ്മളതിൻ്റെ ഇടയിൽ ഒരു റിവറിൻ്റെ അടുക്ക് എത്തിയപ്പോൾ അവിടെ ഇറങ്ങി. നല്ല തണുപ്പുള്ള വെള്ളമാണ്. നല്ല ഫ്രീസ് ആവുന്നുണ്ട് വെള്ളമുണ്ട്. ഇത് ചെനാബ് റിവറാണ്. ചെനാബ് റിവർ ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ തന്നെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം പഹൽഗാമിൽ പോയി. അവിടെ ഈ കുതിര സവാരി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് മുകളിലുള്ള എന്തൊക്കെയോ 4-5 വ്യൂ പോയിൻറ്റ്സിലൊക്കെ ഇവർ കൊണ്ടുപോകും. അത്രയൊന്നും റേറ്റില്ല. ഓരോ ആൾക്കാർക്കും ഒരു 1500 അങ്ങനെ ഇങ്ങനെയാണ്. ബാർഗെയിൻ ചെയ്തിട്ട് കുറക്കാനൊക്കെ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ട് കയറുന്നവർ കുറച്ച് സൂക്ഷിക്കണം. കാരണം കുതിര കുറച്ചൊന്ന് വയലൻ്റായ സ്പീഡിൽ ഓടുമ്പോൾ കുറച്ച് പേടിയുണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും വയലൻ്റ് ആവുന്നില്ല കുതിര. ചില ആൾക്കാരിത് മാത്രം വയലൻ്റായിട്ട് ഓടുന്നത് കണ്ടു. നമ്മളത് അങ്ങനെ വയലൻ്റ് ഒന്നും ആയില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഈ കാട്ടിലൂടെയൊക്കെ പോവും. ഇത് ഈ കാണുന്നത് ഡിയോഡർ ട്രീസാണ്. പൈൻ ട്രീസും ഉണ്ട് കുറേ. ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഡിസംബർ അവസാനമാണ് നമ്മൾ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വെക്കേഷൻ സമയമായതുകൊണ്ട് കുറേ ആൾക്കാരുണ്ട് ഇവിടെ വന്നിട്ട്. നമ്മളെ മലയാളികൾ കുറേ ആൾക്കാരെ കണ്ടു. ഞാൻ എല്ലാവരെയോടും സാധനം കയ്യിലുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് ടിക്കറ്റ് ചെയ്യാറ്. നമ്മൾ മുകളിലെത്തിയപ്പോൾ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. മുകളിൽ മഞ്ഞ് മലകൾ കാണാൻ പറ്റും കുറേ. അത്രയൊന്നും മുകളിലേക്ക് ആർക്കും പോകാൻ പറ്റില്ല. കാരണം നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. കാരണം ഇവിടെ മിലിറ്ററി ബേസ് ഉണ്ട്. അവർ പട്ടാളക്കാർ നമ്മളോട് പറയും ഇത്ര സ്ഥലം വരെ പോകാൻ പാടില്ലെന്ന്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ കുന്നും മലകളൊക്കെ കയറി പോകുന്ന നല്ല വ്യൂ ഒക്കെ ഉള്ള. പക്ഷേ ഈ പാറക്കെട്ടിലൂടെ പോകുമ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേടിയാവും. നല്ലോണം പിടിച്ചിരിക്കണമെന്നേ ഇല്ലൂ. കാരണം വീണാൽ തലയൊക്കെ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് പിടിച്ചിരിക്കുക. പിന്നെ നമ്മളെ കൂടെ ഒരു കുതിര വണ്ടിക്കാരനും ഉണ്ടാവും. ഇങ്ങനെ കുറേയൊക്കെ നല്ല നല്ല ക്ലിപ്സ് കിട്ടി നമുക്ക്. പിന്നെ നമ്മൾ ശ്രീനഗറിൽ പോയി രാത്രി അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി. ഇത് ശ്രീനഗറിൻ്റെ മറ്റേ ക്ലോക്ക് ടവറൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ ഫുൾ നൈറ്റിൽ എല്ലാവരും വരുന്നുണ്ട്. ഇത് നമ്മളെ ഹോം സ്റ്റേയിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഹോം സ്റ്റേ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന വീടുകൾ പോലെ തന്നെയാണ്. നമ്മൾ പിന്നെ കുറച്ച് മാർക്കറ്റിലൊക്കെ ഇറങ്ങി കശ്മീരി സൂട്ട്സും പഷ്മിന ഷോൾസും അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഇവിടെയും ബാർഗെയിൻ ചെയ്താൽ നല്ല ചെറിയ റേറ്റിനൊക്കെ കുറേ ഐറ്റംസ് കിട്ടും. പിന്നെ നമ്മൾ ശ്രീനഗറിലുള്ള കുറേ പാർക്കിലേക്കൊക്കെ പോയി. ഇവിടെ കുറേ പാർക്കുകളുണ്ട്. ഷാലിമാർ ഗാർഡൻ, നൗഷാദ് ഗാർഡൻ അങ്ങനെ കുറേ പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ നമ്മൾ പരിമഹൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി. ഇത് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഇത് നമ്മൾ ഹൈദരാബാദിലുള്ള ഗോൾക്കൊണ്ട ഫോർട്ട് പോലെയുള്ളൊരു സെറ്റപ്പാണ്. പക്ഷേ ഇവിടെ പരിമഹൽ എന്ന് പറയുന്നത് പരിയൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടൊന്നുമല്ല. പിന്നെ ഇവിടെ കുറേ അങ്ങനെ എന്തൊക്കെയോ ചിഷ്മ ഷാഹി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സംഭവം ഏതാണ്ട് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ പോലെയൊക്കെ തന്നെയാണ്. പിന്നെ കുറേ ഇവിടെ ഫുഡൊക്കെ കഴിക്കാനുള്ള സ്റ്റോളുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറേ ഗാർഡൻസ് എല്ലാം നമ്മൾ കവർ ചെയ്തു. നൗഷാദ് ഗാർഡൻ ആണെങ്കിലും ഷാലിമാർ ഗാർഡൻ ആണെങ്കിലും. പിന്നെ ഇവിടെ ഈ കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ചെറിയ പൈസ 100 രൂപക്കൊക്കെ നമുക്കത് റെൻറ്റിന് കിട്ടും. പിന്നെ നമ്മൾ നേരെ ഡൽ ലേക്കിലേക്ക് വിട്ടു. അവിടെ ഹൗസ് ബോട്ടിങ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. ഇവരെ ഹൗസ് ബോട്ടല്ല ഇതിനെ ഷിക്കാര റൈഡ് എന്നാണ് പറയുക. ഹൗസ് ബോട്ട് വേറെയാണ്. അവിടെ നമുക്ക് താമസിക്കാൻ പറ്റും. നമ്മൾ പിന്നെ അവിടെ നിന്നും ഈ കാശ്മീരി സ്യൂട്ടൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് ഈ കാണുന്നതാണ് ഹൗസ് ബോട്ട്സ്. ഇവിടെ നമുക്ക് നൈറ്റിന് സ്റ്റേ ഒക്കെ ചെയ്യാൻ പറ്റും. ഇതും ബാർഗൈനൊക്കെ ചെയ്താൽ നൈജീൻ ലേക്കിലൊക്കെ ആണെങ്കിൽ കുറേ കൂടി നല്ല റേറ്റിൽ കിട്ടും. അതുമാത്രമല്ല നൈജീൻ ലേക്കാണെങ്കിൽ കുറച്ചും കൂടി ഫ്രഷാണ്. ഡൽ ലേക്ക് കുറേ കൂടി പൊല്യൂട്ടഡ് ആണ്. ഇവിടെയും നമുക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റൊക്കെ കാണാൻ പറ്റും. പിന്നെ എന്തൊക്കെയോ ഈ കൺസേർട്ടൊക്കെ ബോട്ടിൻ്റെ മുകളിൽ കൺസേർട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ഗാനമേളയും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്തോ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓൾമോസ്റ്റ് ഒരു ഫ്രീസിങ് പോലെയുള്ളൊരു ടെമ്പറേച്ചറാണ്. പക്ഷേ വെള്ളം ഫ്രീസായിട്ടില്ല. നമ്മൾ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് തണുപ്പ് കാലത്ത് വന്നപ്പോൾ ഈ വെള്ളം മൊത്തം ഫ്രീസായിട്ടുണ്ടായിരുന്നു. നല്ല ഐസ് കട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡിസംബർ എൻഡിൽ അങ്ങനെയൊന്നും കാണാനില്ല. നല്ലൊരു ഈവനിങ്ങിൽ നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു സ്ഥലമാണ്. നൈറ്റ് ആകുമ്പോഴത്തേക്കും എല്ലാ ഹൗസ് ബോട്ടിലും പല പല കളറുകളിൽ ലൈറ്റൊക്കെ വരും.
നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് രാത്രി. നമ്മളുടെ ഹൗസ് ബോട്ടിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ ഹൗസ് ബോട്ടിലെത്തി. ഇത് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് അവിടുന്ന് തന്നെ നമ്മൾ ഓഫ്ലൈനായിട്ട് ബുക്ക് ചെയ്തതാണ്. പിന്നെ അടുത്ത ദിവസം നമ്മൾ ഡയറക്റ്റ് എണീച്ചിട്ട് ഗുൽമാർഗിലേക്ക് വിട്ടു. അവിടെ സ്നോഫോൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ എത്തിയതും സ്നോഫോൾ, നല്ല ശക്തിയായിട്ടുള്ള സ്നോഫോൾ കണ്ടു. പിന്നെ നമ്മൾ കുറേ സ്നോമാനൊക്കെ ഉണ്ടാക്കി കളിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നോ ഒക്കെ എറിഞ്ഞു. ഫുൾ സ്നോ. നമ്മൾ ഗുൽമാർഗിലേക്ക് കയറി വരുന്ന സമയത്ത് സ്നോ ഉണ്ടായിരുന്നില്ല, പക്ഷേ അവിടെ എത്തിയപ്പോൾ ഫുള്ള് സ്നോ ആയി. നല്ലോണം സ്നോ പെയ്തു. നമ്മൾ പ്രതീക്ഷിച്ചില്ല, കാരണം 2 ദിവസമൊക്കെ നിന്നിട്ട് സ്നോഫോൾ കിട്ടുന്നവരെ പ്രതീക്ഷിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് സ്നോ കിട്ടി. നമുക്ക് സന്തോഷമായി. നമ്മൾ കുറേ അധികം സ്നോഫോളിൽ കളിച്ചു. പിന്നെ നമ്മൾ ഈ ഗണ്ടോല റൈഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം വെബ്സൈറ്റിൽ നിന്ന്. 800 സംതിങ് ആണ് പെർ പേഴ്സൺ. നമുക്ക് ഫേസ് 1 ഫേസ് 2 രണ്ടും ബുക്ക് ചെയ്യാം. ഫേസ് 2 ആണെങ്കിൽ 200 രൂപ അധികം ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഫേസ് 1 പോയാൽ കുറേയും കൂടി മുകളിലെത്തും. അവിടെയാണ് നമ്മൾ LOC റീജിയണൊക്കെ വരുന്നത്. ഇത് നല്ല പോപ്പുലേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയ ക്യൂ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു നമ്മളെത്തിയപ്പോഴേക്കും. ഇതിപ്പോൾ ഫേസ് 1 ആണ്. ഫേസ് 2ലേക്ക് പോകാൻ അധികാരമില്ല, കാരണം ഫേസ് 1 തന്നെ ഭയങ്കര ഫ്രീസിങ് ടെമ്പറേച്ചറായിരുന്നു. നല്ല തണുപ്പുണ്ട്. തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. കുറേ ആൾക്കാർ സ്ലിപ്പായി വീണുകൊണ്ടിരിക്കുന്നുണ്ട്.